ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു കിഡുവായിട്ടുള്ള ഇഫ്താർ സ്നാക്കാണ്. ഹെൽത്തി ഒന്നല്ല കേട്ടോ, എന്നാലും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കാണ്. ബ്രെഡ് ബോൾസ് ആണ്. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കാം ഈ ബ്രെഡ് ബോൾസ് എന്ന് നോക്കാം. ഞാനിന്ന് ഉണ്ടാക്കുന്ന ഫസ്റ്റ് ബ്രെഡ് ബോൾസ് ആണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കരികളെല്ലാം ഒന്ന് കട്ടാക്കി കൊടുക്കണം, എന്നാൽ മാത്രമേ ബോൾസ് നമുക്ക് നന്നായിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്കൊരു മസാല ഉണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് ചിക്കൻ വേവിച്ചതും അതുപോലെ തന്നെ 1/4 കപ്പ് ക്യാപ്സിക്കം മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഒറിഗാനും കുറച്ച് റെഡ് ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പും കുരുമുളക് ഇടാൻ മറക്കരുത് കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂണ് മയോണൈസും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ഫില്ലിങ്. ഇനി ഈ ഓരോ ബ്രെഡ് സ്ലൈസിനെടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് നന്നായി പ്രസ്സാക്കി കൊടുക്കണം. ആ വെള്ളമെല്ലാം മൊത്തത്തിൽ പോകുന്ന പോലെ പ്രസ്സാക്കി കൊടുക്കണം. ഇനി നിങ്ങളുടെ ബ്രെഡ് നല്ല ഭയങ്കര പൊടിയുന്ന ബ്രെഡാണെങ്കിൽ 2 സ്ലൈസ് എടുത്ത് ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ ഹോൾസൊക്കെ കണ്ടാലൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട. അത് നമ്മൾ ഇനിയൊരു കോട്ടിങ്ങും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് വരും. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഇനി നമുക്കൊന്ന് കോട്ടാക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ അപ്പോൾ ഞാൻ കോട്ടാക്കിയിട്ട് 4 എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പൊരിച്ചിട്ട് വരുന്നട്ടാ. ഇന്ന് ഇവിടെ നല്ല കാറ്റുണ്ടായത് കൊണ്ട് തന്നെ കറണ്ട് ഓഫാക്കിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇൻവെർട്ടറിലെ ചാർജെല്ലാം തീർന്ന് കിച്ചണിൽ കറണ്ട് ഇല്ല. അതുകൊണ്ട് ഞാൻ പൊരിക്കുന്നിടത്തുനിന്ന് ഫോട്ടോയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇട്ടിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. വേഗം വെന്ത് കിട്ടും കേട്ടോ. നമ്മുടെ ചിക്കൻ ബോൾസ് കുറേ വേവിക്കാനും നിൽക്കണ്ട. നിങ്ങൾ നല്ലോണം ഗോൾഡൻ കളർ വരുത്താൻ നിൽക്കണ്ട കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാൽ ഒരിക്കലും ബ്രെഡിൻ്റെ ഒരു റെസിപ്പിക്കും എണ്ണ പിടിക്കൂല. വേഗം നമുക്ക് കറക്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ നിഷാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.